ഹലോ, വെൽക്കം ബാഗീസ്. വീണ്ടും റെഡ് ബോൾ ക്രിക്കറ്റിൽ ഒരു പരാജയമായി സഞ്ജു സാംസൺ മാറുകയാണോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. കാരണം ഇന്നലെ ദുലീപ് ട്രോഫിയിൽ നടന്ന മത്സരത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ ടീം ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. 44-ന് 3 എന്ന രീതിയിൽ ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ തകർന്നു പോയൊരവസ്ഥയിൽ ടീം നിൽക്കുന്നു. ആ ഒരു സമയത്ത് സഞ്ജു സാംസൺ എന്ന പ്ലെയർ വരുന്നു. കമൻറ്റേറ്റർമാർ സൂചിപ്പിച്ച 2 ഡയലോഗുകളുണ്ട്. ആക്ച്വലി അത് ഊക്കുന്നതിന് തുല്യമായിട്ടുള്ള 2 ഡയലോഗാണ്. ഇറ്റ്സ് ക്രിക്കറ്റ് ഇൻ വൈറ്റ് ജേഴ്സി, നോട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റ്. അതായത് സഞ്ജു സാംസണ് ഈ ഒരു റെഡ് ബോൾ ക്രിക്കറ്റ് വഴങ്ങില്ല എന്ന രീതിയിലുള്ള ഒരു ഊക്കാണ് അവിടെ കണ്ടത്. ആൻഡ് നെക്സ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത്, സഞ്ജു സാംസൺ ഇറ്റ്സ് എ 4-ഡേ മാച്ച്. അതായത് സഞ്ജുവിന് വീണ്ടും റെഡ് ബോൾ ക്രിക്കറ്റ് വഴങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ 2 ഊക്ക് വന്നു. ഈ ഒരു 2 ഡയലോഗിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു പുള്ളി ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 44-ന് 3 എന്ന തകർന്ന സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് അപ്പുറത്തെ സൈഡിൽ ദേവദത്ത് പടിക്കൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാതെ ആ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള ഹിറ്റിന് പോവുക, ഔട്ടാകുക. അതായത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കാണിക്കുന്ന രീതിയിലുള്ള അഗ്രഷൻ റെഡ് ബോൾ ക്രിക്കറ്റിൽ കാണിക്കേണ്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഇത് വിമർശനാതീതനൊന്നും അല്ല സഞ്ജു എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ആ ഒരു ബോളിൽ ലെഫ്റ്റ് ഹാം സ്പിന്നറാണ് ബോൾ ചെയ്യുന്നത്. ആ ഒരു ബോളിൽ മിഡിൽ സ്റ്റംപ് ഗാർഡ് എടുത്തിട്ട് ലെഗ് സ്റ്റംപിലേക്ക് ഇറങ്ങി, ബോൾ വരുമ്പോൾ ലെഗ് സ്റ്റംപിലേക്ക് ഇറങ്ങി ഓഫ് സൈഡ് റൂം ഉണ്ടാക്കി മിഡ് ഓഫിൽ കൂടെ പറത്താനുള്ള ശ്രമം നടത്തി, അല്ലെങ്കിൽ കവറിന് മുകളിൽ കൂടെ പറത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ബോളർ കറക്റ്റായിട്ട് ആ ഒരു ലെഗ് സ്റ്റംപ് ഗാർഡിലേക്ക്, അല്ലെങ്കിൽ ലെഗ് സ്റ്റംപ് പൊസിഷനിലേക്ക് തന്നെയാണ് ബോൾ എറിഞ്ഞുകൊണ്ട് സഞ്ജുവിന് അത് പറത്താൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ കമൻറ്റേറ്റർമാർ ഈ ഒരു ഡയലോഗ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇത്രമാത്രം അടിച്ചു കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അതിൻ്റെ അടുത്ത ബോൾ പേസ് ബോളർ വന്നു, ഒരു ഷോർട്ട് ബോൾ വന്നു, അവിടെ പുള്ളി ചെയ്യാൻ നോക്കി ഔട്ട് ആവുകയാണ്. ആക്ച്വലി കുറച്ചൊന്ന് സ്റ്റേ ചെയ്ത് കളിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടീമിനെ ഒന്ന് നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു സിറ്റുവേഷനിൽ ടീമിനെ ഒന്ന് കരകയറ്റാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഇന്ത്യയുടെ ആ ഒരു സഞ്ജു സാംസൺ വന്ന ആ സമയം എന്ന് പറയുന്നത്. കാരണം ഇന്നലത്തെ മത്സരത്തിൽ 290 റൺസായിരുന്നു ഇന്ത്യ എ ആദ്യ ഇന്നിങ്സിൽ നേടിയിട്ടുണ്ടായിരുന്നത്. 183 റൺസിന് ഇവർ ഓൾ ഔട്ടായി. ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് കണക്കാണ്. കാരണം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ എക്ക് വേണ്ടി ശ്രേയസ് അയ്യർ ഡെക്കായിരുന്നു. ദേവദത്ത് പടിക്കൽ മാത്രമാണ് നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്യാൻ സഹായിച്ചത്. ദേവദത്ത് പടിക്കൽ 92 റൺസ് അടിച്ചു, സഞ്ജു സാംസൺ 5, റിക്കി ബോയി 23 റൺസ്, പിന്നെ യാഷ് ദുബെ 14 റൺസ്, ഹർഷിത് റാണ 31 റൺസ് 29 ബോളിൽ നിന്നും. ഇതായിരുന്നു ഇവരുടെ ഒരു സൈഡിലെ പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള വിമർശിക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത്രയും ചാൻസ് തേടിയിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ചാൻസ് കിട്ടാതിരിക്കുന്ന ഒരു സമയത്ത് വലിയൊരു അവസരത്തിൽ ചാൻസ് കിട്ടുന്നു, അത് 2ാം മത്സരത്തിൽ അവസരം കിട്ടുന്നു. എങ്ങനെയാണ് പുള്ളി ടീമിൽ വന്നതെന്ന് നോക്കുക. ഈ ഒരു സമയത്ത് ചാൻസ് കിട്ടുന്നു, അത് മുതൽക്കൂട്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പം അതായത് ഇന്ത്യ എ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് 129-1 എന്ന നിലയാണ്. നല്ലൊരു ലീഡ് ഇപ്പോൾ ഇന്ത്യയെ കൊണ്ടുപോകും. ഓൾറെഡി ആദ്യ മത്സരം ഇന്ത്യ ഡി തോറ്റു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരം ഇവർക്ക് നിർണായകമായിരുന്നു ജയിക്കുക എന്നുള്ളത്. ആകെ 3 മാച്ച് മാത്രമാണ് ഒരു ടീമിനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ കാര്യത്തിൽ, ചിലപ്പോൾ നല്ല ഇവരുടെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാവും. സ്ട്രോങ് സൈഡൊന്നും അല്ല ഇവർ, കുറേ പ്രശ്നങ്ങളുള്ളൊരു ടീമാണ്. അപ്പോൾ എന്തായാലും കിട്ടിയ അവസരം മുതലാക്കിയില്ലെങ്കിൽ വൻ പണികളാണ് ഇനി കാത്തിരിക്കുന്നത്. കാരണം പുള്ളിയുടെ ഏജ് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാലും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോലോ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.